2 മുട്ടയും പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ കൂടി വെച്ചിട്ടാണെങ്കിലും പോരാത്തതിന് മക്കളെ, ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാത്രം കാലിയാകുന്നത് എപ്പോഴാണ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു 2 മുട്ട എടുത്തിട്ട് ഈ ഒരു ബൗൾക്ക് അതിൻ്റെ ബക്കുമലന്നെ വെച്ചിട്ട് അങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ 2 മുട്ട ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ കുറച്ച് ഉപ്പാണ് കേട്ടോ. ആ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴെന്ന് പറഞ്ഞാൽ ആരെ വീട്ടിലല്ലേ സവാള ഉണ്ടാകാതിരിക്കുക. സവാള ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൊച്ചുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, നമ്മളെ നാട്ടിൽ ഇതിന് ചീരുള്ളി എന്നൊക്കെ പറയും. ഏതായാലും അതുപോലെ തന്നെ ഈ ഒരു വലിയ ഉള്ളിക്ക് നമ്മുടെ നാട്ടിൽ ബോംബായുള്ളി എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വെറും 2 ബോംബായിലും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനൊരു 2-3 ടേബിൾ സ്പൂണോളം ബോംബായിൽ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാ കുറച്ച് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകോ 3 പച്ചമുളകോ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ മല്ലിച്ചപ്പാണ്. മല്ലിച്ചലപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നൊന്നുമില്ല, ഇല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കിക്കോളി മക്കളെ. എന്നാലും നമുക്കിതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളും ഇതുണ്ടാക്കുന്ന എളുപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഇത് ഒഴിവാക്കൂല കേട്ടോ. പിന്നെ ഇതിൽ എണ്ണൻ്റെ ഒരു പരിപാടിയില്ല, ഒരു തുള്ളി എണ്ണ പോലും ഇതിൽ ചേർക്കില്ല. എന്നാൽ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും 10 മടങ്ങ് ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു മുട്ടയും മുട്ടൻ്റെ എഗ്ഗും വൈറ്റും പിന്നെ ഉപ്പും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്കിതൊരു ഇത്തിരി കളർ കുറവാണ്, കോഴിമുട്ടൻ്റെ കുഞ്ചിക്ക് കുറച്ചൊരു കളർ കുറവുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. പിന്നെ നമ്മൾ ഫുഡ് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് ഒരുപാട് കേടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുത്തോളി. ലേശം മഞ്ഞൾപ്പൊടി ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ നമുക്കിതിന് കളർ കിട്ടുക മാത്രമല്ല ഇതിൻ്റെ ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ, മുട്ടൻ്റെ വൈറ്റ് വെള്ള കളർ കുറച്ച് പണിയാണില്ലേ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഉപ്പ് ഒക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ. എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ടനേക്കാളും കൂടുതൽ നിങ്ങളെ വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ മുട്ടൻ്റെ അളവൊക്കെ കൂട്ടിക്കോളി കേട്ടോ. വെറും 2 മുട്ട വെച്ചിട്ട് ചെയ്താലും നമുക്ക് രാവിലെ ഒരു 3-4 പേരൊക്കെ ഉള്ള വീട്ടിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഏതായാലും മക്കളെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തുകാണ്ട് വീഡിയോക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ കൂടി ഇങ്ങനെ ആദിവാസി കാട്ടുതൈലം പോയിട്ട് ഒരു ഇതും കിട്ടണില്ല കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഈ ഒരു വോയിസിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒരു ചെലമ്പിൽ സൗണ്ട് കേൾക്കുന്നത്. ഏതായാലും അത് ഈ റോട്ടുമ്മ കൂടി ഒന്ന് പോയി കഴിയട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പിന്നെയും ചെയ്യണത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടീൻ്റെ സൗണ്ടായിട്ടും ഇതുപോലത്തെ ഓരോ അനൗൺസ്മെൻ്റ് ആയിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ അങ്ങനത്തെ സൗണ്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചാടി. പിന്നെ നമുക്ക് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ, ഫസ്റ്റായിട്ട് ഇടുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി 1 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ പൊന്തിച്ച് ഈ ഒരു പാത്രമൊക്കെ പൊന്തിച്ച് നിങ്ങൾക്ക് കാണിച്ചെന്ന് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ 2 കളറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മൈദപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ നല്ലോണം തരിച്ചുകാണ്ട് വെച്ച മൈദപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കപ്പ് ഇങ്ങോട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ തരിച്ചോളേണ്ടി, കാരണം മൈദപ്പൊടിയിൽ എന്തായാലും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കൊടന്ന് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ കടയിലൊക്കെ കുറച്ച് വൈകിയൊക്കെ നിൽക്കണതൊക്കെ ചെറിയ കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ തരിച്ചിക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ തരിക്കുക, അല്ല ഫ്രഷൊക്കെയാണ്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗോതമ്പ് പൊടി നല്ലോണം ഗോതമ്പ് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ, നല്ല ഫ്രഷ് പൊടി തന്നെയാണ്. അപ്പോൾ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും തന്നെ വേണമെന്നൊന്നുമില്ല, എന്താണ് നിങ്ങളെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് എടുത്തോളൂ. ഇനിയിപ്പം ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവുന്നതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനെ എടുത്തോളി. ഇനിയിപ്പോൾ മൈദപ്പൊടിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തോളി. ഇനിയിപ്പോൾ രണ്ടിന് പകരം മൈദപ്പൊടിന് 2 കപ്പ് വേണമെങ്കിൽ എടുക്കുക, അതല്ല ഗോതമ്പ് പൊടിയാണ് 2 കപ്പ് എന്ന് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ എടുത്ത് ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ഇല്ല വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാതെ നിൽക്കല്ലേ മക്കളെ. ഇനിയിപ്പോൾ മൈദപ്പൊടി ഇല്ല വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാതെ നിൽക്കല്ലേ. കാരണം ഇതിൻ്റെ ഒരു രുചി നിങ്ങൾ അറിഞ്ഞാലും പിന്നെ ഇതിൻ്റെ ഒരു
എളുപ്പം അറിഞ്ഞാലും. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഒന്നും വേണ്ട. ഈ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷറൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു തുള്ളി എണ്ണയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ ആണ് നമ്മളിത് ഉണ്ടാക്കണത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി മൈദപ്പൊടിയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം നല്ല ആവശ്യത്തിനുള്ള, അതായത് നമ്മൾ ചൂടുള്ള വെള്ളമോ അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമൊന്നുമല്ല, സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യമേ 1.5 ഗ്ലാസ് വെള്ളം നമുക്കിതിന് വേണം. അപ്പോൾ ആ 1.5 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പൊടി, ഇപ്പം നിങ്ങൾക്ക് തന്നെ അധികം കുക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും, പൊടിക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പൊടി ഉള്ളിലൊന്നും നനയാതെ നല്ല ബബിൾസ് ഓരോന്നായിട്ട് നിൽക്കുന്നുള്ളത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊരു വിസ്കോ ഫോർക്കോ സ്പൂൺ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ലോണം ആ ഒരു കട്ടകളൊന്നും ഉണ്ടാവില്ല, ഉള്ളിൽ നനയാത്ത പൊടികളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. രാവിലെ ഇനിയിപ്പോൾ രാവിലെ എന്നല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഒന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ പോണ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബോക്സിൽ ടിഫിൻ ബോക്സിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഒരു കഴിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ രാവിലെ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ചോറ് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നിങ്ങൾ തന്നെ ഒരു 3-4 ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നിങ്ങൾക്ക് ഇത് കഴിക്കാം. പിന്നെ ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളും പിന്നെ ചോറ് കഴിച്ചാൽ വയറ് ചാടും, കൊളസ്ട്രോൾ ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, വണ്ണം വെക്കണമെന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. പിന്നെ ഈ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടാവും, എന്നും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്ത ആളുകൾ, അവർക്കൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി വെക്കേണ്ടി. അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിനുള്ള അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ലാസ്റ്റ് കാണിച്ചു തരാം ഇതിന് ഈ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. ഏതായാലും നമ്മളൊരു ഉഴുന്ന ദോശക്കൊക്കെ ഉള്ള ഒരു ബാറ്റർ ഉണ്ടാവുമല്ലോ, ആ ഒരു പരുവത്തിലാണ് അരിയൊന്നിങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കപ്പ് ഞാൻ 1 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിനൊക്കെയാണ് അളക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.25 ഗ്ലാസ് പൊടി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കപ്പ് പൊടി എടുത്ത സ്ഥിതിക്ക് നിങ്ങളൊരു 3 ഗ്ലാസ് പൊടി എടുത്തോളേണ്ടി. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് വിചാരിച്ച രീതിയിലൊരു 5-6 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഈ ഒരു വിസ്കോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല, ഏതായാലും ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് കാണിച്ചിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റിന് തന്നെ ചേർത്തോളി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കാണിച്ചു തരട്ടതാ, ഒരു 3-4 ടേബിൾ സ്പൂണ് ഓരോ ഒഴിച്ചതെന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചോളി. ഏതായാലും ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം മുട്ടൻ്റെ ബാറ്റർക്ക് എടുത്ത് വെച്ചിന് സവാള ഉണ്ടല്ലോ ബാക്കിയുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൊത്തം 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാള ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണ് മുട്ടയ്ക്ക് ഇട്ടെടുത്ത് ബാക്കിയുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സവാള നമുക്ക് ഒരുപാട് അങ്ങോട്ട് നല്ലോണം സോഫ്റ്റ് ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സവാള കുറച്ച് സമയം ഇതിൽ വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക് ഉണ്ടല്ലോ, ഒരു 4 പച്ചമുളക് കേട്ടോ ആദ്യം ഞാൻ കട്ട് ചെയ്തത്. ഇതിലേക്ക് ഇഞ്ചൊന്നും ചേർക്കുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി അത്തരം പരിപാടികളൊന്നും ഇല്ല കേട്ടോ. വെറും 2-3 പച്ചമുളക്, ഇതുപോലെ എരിവൊക്കെ ഉള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ വീട്ടിൽ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് അങ്ങോട്ട് കുറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് അങ്ങോട്ട് ഒഴിവാക്കിക്കോളി കേട്ടോ. കാരണം ഇത് നല്ല രസമുള്ള മുതലക്കായാണ് കഴിക്കുമ്പോഴേ കുട്ടികൾക്ക് അത് ഇഷ്ടത്തോട് കൂടി വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു എരിവുള്ള മുളക് കടിക്കുമ്പോൾ അവർക്കും വിഷമമാണ്, നമുക്കും വിഷമമാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, അതായത് ഒരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1/4 ടേബിൾ സ്പൂണ് വേണ്ട, ഒരു പിഞ്ച് മതിയാവും. കാരണം ഇതിൽ മുളകുണ്ടല്ലോ അതിൻ്റെ പേരിലാണ് കേട്ടോ എരിവ് കുറക്കണത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, നല്ല വറുത്ത് വീട്ടിൽ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്, അതൊരു 3/4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം എടുത്തുക്കണം ഗരം മസാലേൻ്റെ പൊടി. പക്ഷേ ഞാനതിന് 1/4 ടേബിൾ സ്പൂണായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ.
മുഴുവനായിട്ടും വേണ്ട. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൗഡർ ആയതുകൊണ്ട് തന്നെ കുത്ത് കുറവായിരിക്കും, ടേസ്റ്റ് കൂടുമാവും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ പൊടികളെല്ലാം ഈ ഒരു പച്ചമണ്ണൊന്ന് മാറണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയെ കിടന്നിട്ട് നല്ലോണം ഒന്ന് മുരിയട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ചിട്ടുള്ളേണ്ടി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കയ്പ്പ് ടേസ്റ്റ് വരും, ഇതെല്ലാം കരിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇതാണ് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരെണ്ണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് 3-4 ചീന്താക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വെറും 2 വിസിലടുപ്പിച്ചിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ലേനിട്ടാ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വിസിലടുപ്പിച്ചിട്ട് എടുത്തതാണ്. അതങ്ങനെ ഒരു 3-4 ചീന്തൊക്കെ ചീന്തിയിട്ട് നമ്മൾ തൊലിയൊക്കെ കളയുമ്പോൾ പെട്ടെന്ന് തൊലിയും റിമൂവ് ആവും, പോരാത്തിന് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ആ ഒരു ഇത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന വീഡിയോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, തൊലിക്കണതും ഉടക്കണമൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ ആ ഒരു സവാള ഇതെല്ലാം വയറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആവശ്യമുള്ള ഉപ്പിട്ടപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങും പാകമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കുക, എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് വേവിക്കാനും നിൽക്കണ്ട, ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായാൽ എന്താ അറിയോ, കുട്ടികൾക്കൊക്കെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറലും എല്ലാം കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലുണ്ട്. നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെയല്ല, നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മളെല്ലാം ഒരുപാട് ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് വരുമല്ലോ. ഇനി നമുക്ക് ആ ഒരു ബാറ്റർ വെച്ചിട്ട് ഇതുപോലൊരു ദോശ ചുറ്റിച്ചെടുക്കണം കേട്ടോ. ആ ഗോതമ്പപ്പൊടിയും മൈദപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായുള്ള ഗുണം എന്താണെന്നറിയോ, ഒരു തുള്ളി എണ്ണ തീക്ക് പുരട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണ കഴിക്കാൻ പറ്റാത്ത ആളുകളും പിന്നെ രാവിലെ ഉണ്ടല്ലോ ഈ എണ്ണക്കടി, അതൊരു സുഖമുള്ള പരിപാടിയല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും എണ്ണ വേണ്ടിയതല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എണ്ണൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. മൂടി വെക്കാതെ തന്നെ ഈ ഒരു ദോശമാവ് ഡ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു മുട്ടൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണ് മുട്ട ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് നീക്കി കൊടുക്കുക. അങ്ങനെ പുറത്തേക്ക് ചാടുന്ന രീതിയിലാക്കണ്ട, കുറച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ചട്ടക്കം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചിട്ടിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ തീയൊക്കെ കുറച്ചിട്ട് തന്നെ വെക്കണം കേട്ടോ. കാരണം അസൈഡിക്ക് ഇപ്പം കോഴിമുട്ടയാണ് ചെന്നുകണത്. കോഴിമുട്ടക്ക് തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ തീ നല്ലോണം ഒന്ന് കുറച്ചിട്ട് ചെയ്തോളി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 2-3 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ, പുറം ഭാഗത്താണ് ഇനി നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ ദോശൻ്റെ മേൽഭാഗത്ത് വലിയൊരു ചൂടൊന്നുമില്ല കേട്ടോ. കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാനൊക്കെ കഴിയും. ഞാനിതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് ഇനി പൊട്ടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. ആ പൊട്ടിയൊന്നും പിടിച്ചിട്ടില്ല, കാരണം കോഴിമുട്ടല്ലേ, എവിടെ ഒട്ടി പിടിക്കാനല്ലേ. ഇനി നമുക്ക് എത്രത്തോളം ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെക്കണോ അത്രത്തോളം വെക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഒരൊറ്റ ഉരുളക്കിഴങ്ങും ഈ ഒരു മുട്ട എല്ലാം നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഫില്ലിങ് 4 ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ 5-6 നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ ആലുവ പൊറോട്ട എന്നൊക്കെ പറയും. ആ ഒരു പൊറോട്ടയാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. ആലുവ പൊറോട്ട. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഈ 2 സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മസാലമേൽ വെക്കുമ്പോഴേക്കും നല്ലോണം പ്രസ്സായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു സൈഡും ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അങ്ങേപ്പുറം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പോരാൻ പോലെ നോക്കേണ്ടി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊരു ചട്ടകം കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിവിടെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. ഇത്രയും പണിയുള്ളൂ. ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ എന്ന് വെച്ചാൽ എത്ര പണിയുള്ളൂ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടും ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടോ തോന്നുന്നത്. പക്ഷെ ഒന്നുമില്ല, നമുക്ക് എന്താ അറിയോ,
ഒരു 2 സവാള കട്ട് ചെയ്യുക, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ് കട്ടിങ് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം, പയർ, കാബേജ് ഒക്കെ ചേർക്കട്ടോ. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം മക്കളെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തിട്ട് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ഉള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് മുട്ടയും കലക്കി വെച്ചാൽ പിന്നെ കുറച്ച് നമുക്കിതൊരു ബാറ്റർ കുഴച്ചുണ്ടാക്കാനോ പരത്താനോ ഒന്നും നിൽക്കണ്ടല്ലോ. കുഴക്കുക പരത്തുക ഒന്നും വേണ്ട. ഒരു രാവിലെ ആകുമ്പോൾ നല്ല എളുപ്പമാണ്. പോരാത്തിന് കറി ഉണ്ടാക്കേണ്ട യാതൊരു പരിപാടിയില്ല. ആർക്കും ഇഷ്ടപ്പെടും ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ്, ഓംലെറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ മസാല ദോശൻ്റെ ടേസ്റ്റും. പിന്നെ ഒരു തുള്ളി എണ്ണ ഏലത്ത് പോലും പോയിട്ടില്ല മക്കളെ. എണ്ണയിൽ പൊരിച്ചാലും കൂടി, എണ്ണയിൽ മുക്കി പൊരിച്ചാലും കൂടി ഇതുപോലെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നുകണമെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്തോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഈ ഒരു സമയത്ത് ഒന്ന് നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ പറയാൻ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലുള്ള ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം.